ഹായ് ഫ്രണ്ട്സ്, നെസ്റ്റ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെ-സ്മാർട്ടിൽ എങ്ങനെ സിറ്റിസൺ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായി നമുക്ക് കെ-സ്മാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കെ-സ്മാർട്ടിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ നിന്നും സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഡോക്യുമെൻ്റ് ഉപയോഗിച്ചാണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ ID ഇതിലേത് ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം ഡോക്യുമെൻ്റ് നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഡോക്യുമെൻ്റ് നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ആധാർ സെലക്ട് ചെയ്തതുകൊണ്ട് ഡോക്യുമെൻ്റ് നമ്പർ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അപ്ലോഡ് ഫയൽ എന്നുള്ളിടത്ത് നമുക്ക് ആധാർ PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിന് താഴെയായി നെയിം എന്നുള്ളിടത്ത് നമുക്ക് നെയിം കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കാം. നെയിം എൻ്റർ ചെയ്തതിന് ശേഷം താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ഇമെയിൽ എന്ന ബോക്സിൽ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID മസ്റ്റായിട്ടും എൻ്റർ ചെയ്തിരിക്കണം. മെയിൽ IDയും എൻ്റർ ചെയ്താൽ മാത്രമേ OTP ലഭിക്കുകയുള്ളൂ. മെയിൽ ID എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് OTP കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും മെയിൽ IDയിലേക്കും OTP ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഗെറ്റ് OTP എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണാം OTP സെൻഡ് സക്സസ്ഫുള്ളി ടു യുവർ മൊബൈൽ നമ്പർ ഓർ Gmail ID. നമുക്ക് OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP എൻ്റർ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിലായി കാണാം OTP ഹാസ് ബീൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി. അതുപോലെ തന്നെ രജിസ്ട്രേഷനും സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സിറ്റിസൻ്റെ ഹോം പേജ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.